ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ജോലി രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ദിവസമാണ് കേട്ടോ. പിന്നെ എനിക്കിന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൊതുവേ മനസ്സിനൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വർഷത്തിൽ നമുക്ക് ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറികളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 9:30 ആകുമ്പോൾ അവർ വരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാനൊന്ന് ചോറെല്ലാം കുറച്ച് ചോറുണ്ടായിരുന്നു, ഞാനത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരി അടുപ്പത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചായ നമ്മുടെ ഈ രാവിലെ ഒരു ചായ കുടിക്കുന്നതൊക്കെ ഒരു എനർജി എന്നൊക്കെ പറയാം അല്ലേ. എനിക്ക് അല്ലാത്ത സമയങ്ങളിലൊന്നും എനിക്ക് ചായ വേണ്ട കേട്ടോ. വൈകിട്ട് ചായയൊന്നും അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ രാവിലെ ഒരു ചായ കുടിക്കുന്നത് നമുക്ക് ഒരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഞാൻ കുറച്ച് സമയം കുറേ നേരം നമ്മുടെ അല്ലാതെ ജോലിയൊക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന് നിന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്ത് കുറച്ച് പാത്രമൊക്കെ നമ്മൾ പഴയ കറികളൊക്കെ ഒന്ന് ചൂടാക്കി വേറെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചതുകൊണ്ട് ആ പാത്രങ്ങളെല്ലാം കഴുകാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുമൊക്കെ കഴുകി ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് രണ്ടാമത് രാത്രി തുടച്ചിടുമെങ്കിലും രാവിലെ ഒന്ന് തുടച്ചാലേ നമുക്ക് സമാധാനമുള്ളേ. അപ്പോൾ അതെല്ലാം ചെയ്ത് നമ്മുടെ ഈ ജോലികൾ ഇത്രയും ചെയ്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾ കുറച്ചധികം സമയം നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുകയും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ചായ ഇട്ട് കഴിഞ്ഞ് ഒന്ന് കുടിക്കാനായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പുരാണങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. കുറച്ച് പുരാണങ്ങൾ, നാട്ടു വർത്തമാനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് പറഞ്ഞു പോകും കേട്ടോ. അല്ലാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും പറയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവർക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് കറിയൊക്കെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അച്ചിങ്ങ തോരനും അതുപോലെ തന്നെ വഴുതനയ്ക്ക ഒന്ന് പൊള്ളിക്കാം. പിന്നെ ഇത്തിരി സോയ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിന് വേണ്ടിയിട്ട് സോയ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അവർക്ക് കൊടുത്തു വിടാം. ഒരു മുട്ടയും ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് ഞാൻ പൊതിച്ചോറിന് വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചിങ്ങ നുറുക്കുന്നുണ്ട്. അച്ചിങ്ങയൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എനിക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അച്ചിങ്ങ വഴുതനയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് ഞാൻ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കൊടുക്കാറ് കേട്ടോ. അതല്ല, പിന്നെ അവർക്ക് ഈ ചാറ് കറികളൊന്നും വേണ്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നിലോ ഒക്കെയാണ് നമ്മൾ ചോറിലേക്ക് വെച്ച് പൊതിയുമ്പോൾ അതൊക്കെ ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ഈ ഒഴിച്ച് കറികളൊക്കെ ഒഴിവാക്കണം ആദ്യമേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്. പൊള്ളിച്ചാണേലും ഒരുപാട് ചാറൊന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ താഴേക്കിങ്ങനെ നമ്മൾ പൊതിച്ചോറ് പൊതിഞ്ഞ് കഴിഞ്ഞാൽ ചാറുകറികളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ആട്ടോ അവർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അച്ചിങ്ങയൊക്കെ ഒടിച്ച് നമ്മൾ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചിങ്ങയിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ നമുക്ക് പിന്നെ രാജേട്ടൻ ചിരണ്ടി തന്നിട്ടുണ്ട്. നമുക്ക് കറികളിലൊക്കെ തേങ്ങയൊക്കെ നേരത്തെ ചിരണ്ടി വെച്ചാൽ നമ്മുടെ ജോലിയൊക്കെ ഒരു പരിധി വരെയും നമുക്ക് എളുപ്പമാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ സ്കൂളിലൊക്കെ പോണ സമയത്ത് സ്കൂളിൽ പോണ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. തലേ ദിവസം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടി എളുപ്പത്തിൽ നമുക്ക് ജോലികളൊക്കെ തീർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചിങ്ങയൊക്കെ വേകുന്നുണ്ട്. ആ സമയത്തിൽ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ജീരകം, ഒരു നുള്ള ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടാണ് ഞാൻ ഒന്ന് ഒതുക്കിയെടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാനൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് 2 തിരി തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പാകം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് വെന്തിരിക്കുന്ന അച്ചിങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്ത് തന്നെ
നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഞാൻ കടുകിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അച്ചിങ്ങയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അച്ചിങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി തെക്കിപ്പൊത്തി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഞാനൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ അത് നല്ല നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. കറിയൊക്കെ അല്ല, നമ്മുടെ അച്ചിങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. അച്ചിങ്ങ തോരൻ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഞാൻ വഴുതനങ്ങ പൊള്ളിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വഴുതനങ്ങ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വയലറ്റ് വഴുതനയിലെ ഉണ്ട വഴുതന, അപ്പോൾ അതാണ് ഞാൻ ഇതിന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിൽ ഒരു 3-4 എണ്ണം നമുക്ക് പൊതിച്ചോറിലേക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 വഴുതനയ്ക്ക ഞാൻ എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക്, എരിവിന് പച്ചമുളക് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വഴുതനയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് കറി വയ്ക്കാം കേട്ടോ നമുക്കിനി. അതിനകത്ത് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിനകത്ത് നമ്മൾ ഈ വഴുതനയ്ക്കായിട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ വഴുതനയ്ക്കയിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യണത്. അത് പെട്ടെന്ന് നമ്മുടെ ഈ വഴുതനയ്ക്കയും മച്ചിങ്ങയൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ മച്ചിങ്ങ വേവിച്ചത് വെള്ളത്തിലാണ് കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ എണ്ണയിൽ എപ്പോഴും നമ്മൾ വഴറ്റണ്ടല്ലോ. എണ്ണയിൽ വഴറ്റി നമ്മൾ കഴിക്കണതിൽ നല്ല മച്ചിങ്ങ ബീൻസൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുമ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് എണ്ണയിലാണ് വഴുതനയ്ക്ക് നമുക്ക് എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം. വെള്ളത്തിലൊന്നും വഴറ്റിയാൽ കൊള്ളത്തില്ല. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ വഴുതനയ്ക്കൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അത് മൂടി വെച്ച് നമ്മളൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ വീഡിയോസിൽ മാറ്റങ്ങളോ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോസിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയായിട്ട് ഇടുന്നത്. മുളക് പൊടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ നമ്മളൊരു 5 മിനിറ്റ് അതിൻ്റെ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ചോറിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചാറ് ആയിട്ടുള്ള കറികളൊന്നും വേണ്ട. ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴന്നിരിക്കാനും ഉള്ള ആ ഒരു രീതിയിൽ. പിന്നെ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്ന് പറ്റിച്ചും എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രേവി ആയിട്ടൊന്നുമല്ല കറി ഇരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും മൂടി വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണതാണ്. ഇപ്പോൾ 9:30 തന്നെ വരുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെയുള്ള എളുപ്പമുള്ള കറികൾ ഉണ്ടാക്കണതും എനിക്കിഷ്ടമുള്ള കറികൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മീനൊന്നും അങ്ങനെ വാങ്ങി വയ്ക്കാറില്ല. മുട്ടയും പപ്പടമൊക്കെ ഉണ്ട്. മുട്ടയും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ മീനൊന്നും വേണമെന്നൊന്നുമില്ലല്ലോ പൊളിച്ചോറിലേക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെയും പൊളിച്ചോറിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വഴുതനയ്ക്ക കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സോയ കറി വയ്ക്കണം. അപ്പോൾ അതിന് മുമ്പ് സോയ തിളച്ച വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന്
ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പച്ചയ്ക്ക് നമ്മൾ കറി വെക്കുന്നതിലും നല്ലത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറിക്ക് ആ ഒരു മക്ക് മണമുണ്ടല്ലോ, ഒരു മക്ക് ചുവ അതങ്ങോട്ട് മാറിക്കിട്ടും ഈ സോയയുടെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് പിന്നെ നമ്മുടെ കറി ഒരുപാടിട്ട് വേവിക്കുന്നുണ്ട് പിന്നെ സോയ കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരുമാതിരി ഒന്ന് നന്നായിട്ടെന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലും ആദ്യം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ പുട്ടും കൂടി ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് പുട്ടുണ്ടാക്കണം. നമുക്ക് കുറ്റിയിലൊക്കെ ഇടുമ്പോൾ പിന്നെ സമയം പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതും കൂടി ഇങ്ങനെ ആയ എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ഇടിയപ്പ പാത്രത്തിൽ തന്നെ ഞാൻ ഒന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ ഇട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ പുട്ടുപൊടിയിൽ തേങ്ങയിട്ട് കുഴച്ചാട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ സോയയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ സോയ വയ്ക്കാൻ വേണ്ടി സോയ ഒരു മസാല പോലെയാണ്. ഒരുപാട് അതും ഈ പറഞ്ഞ പോലെ ഗ്രേവി ആയിട്ടൊന്നും ഇതൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക കേട്ടോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ഒരു 2 സവോള എടുക്കുന്നുണ്ട്. ചെറിയ സവോളയാണ് 2 സവോള, പിന്നെ ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളകും, കുറച്ച് വേപ്പിലയും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് പിന്നെ അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ സവോളയൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴന്ന് വരണം. നന്നായിട്ട് വഴന്ന് വന്നിട്ട് വേണം നമുക്ക് തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞളും ഒക്കെ ഇട്ടാണ് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം കേട്ടോ. പൊടികൾ ചേർക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല കേട്ടോ. ഇത്രയാണ് നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. നമുക്ക് നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ട് നമ്മുടെ ഈ സോയയിലേക്ക് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടികൾ നമ്മളെല്ലാം ചേർത്താലും നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊന്നും അത് ഈ നമ്മുടെ സോയയിലൊന്നും പിടിക്കാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാം ഈ മസാല നമ്മുടെ ഗരം മസാലയുടെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോഴല്ലേ നമുക്ക് ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് ഈ സോയിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊന്ന് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് സോയയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ നമ്മുടെ സോയയൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.